ഹായ്. അപ്പം സമയം വെളുപ്പാങ്കാലം 4:30. അപ്പം ഇന്ന് കൂടെ ആരുമില്ല, ഒരു ട്രിപ്പ് പോവുക. പക്ഷേ ട്രിപ്പ് പോകാൻ അവരും ഉണ്ട് കേട്ടോ. ഇന്ന് വീട്ടിലില്ല എന്നുള്ളത്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് റെഡിയാവുന്നു. നമ്മുടെ ഒരു അനിയനും അനിയത്തിയുണ്ട്. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് അവർ ഇതുവരെ ട്രിപ്പൊന്നും പോയിട്ടില്ല. അപ്പം നമ്മൾ വാഗമണിനൊരു ട്രിപ്പ് പോവുക. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരുക്കമാണ്. അപ്പം അവരെ വരും. ചിഞ്ചുവും ദച്ചുവും പുനലൂർ ചിഞ്ചുവിൻ്റെ വീട്ടിലാണ്. അങ്ങോട്ട് പോകണം, അവരെ വിളിക്കണം, നമുക്ക് വീഡിയോ കാണാം. ലോങ് വീഡിയോ ആണ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. ഇനി ഈ ഒരു 2 മാസത്തേക്ക് നമുക്ക് ഒരുവിധം കേരളത്തിൻ്റെ അങ്ങേറ്റം വരെയൊക്കെ ഉള്ള വീഡിയോസുകൾ വരും. ഓക്കെ. ചില റീലുകളൊക്കെ ഇട്ട് വെറുപ്പിക്കുന്നുണ്ടെന്നറിയാം. എന്ത് ചെയ്യാനാ, തള്ളിപ്പോണ്ടേ, ചാനൽ നീങ്ങിപ്പോണ്ടേ, അതുകൊണ്ടാണ്. ഓക്കെ. അങ്ങനെ ഞാൻ കയറി ഇനി മറ്റൊരു വരാനുണ്ട്, പുനലൂരോട്ട് പോകണം. പക്ഷേ ഇതിലെല്ലാം സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ദിവസം രാവിലെ മഴയില്ലായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ ഭയങ്കര മഴയാണ്. എന്താവോ എന്തോ. അപ്പം നമ്മുടെ പ്ലാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ആദ്യം പാഞ്ചാലിമേട് കണ്ടിട്ട് അവിടുന്ന് നേരെ പരുന്തുംപാറയും കണ്ട് വാഗമണ്ണ്. എനിക്ക് വാഗമണ്ണ് ഇന്നിപ്പം അവധി ദിവസമായിട്ട് വാഗമണ്ണൊന്നും പോകാൻ പറ്റിയൊരു സമയമല്ല. ഞാൻ ഒരിക്കലും ട്രിപ്പ് എടുക്കുന്ന ഒരു സമയമല്ല ഇത് കേട്ടോ. നമ്മൾ ട്രിപ്പ് പോവുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി തിങ്കളാഴ്ച വരാത്തതും തിങ്കളാഴ്ച പോയതും അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഒരു ശനി, സെക്കൻഡ് സാറ്റർഡേ ഒക്കെ ആണെങ്കിൽ ശനിയാഴ്ച ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ശനിയാഴ്ച വരെ പോകാമെന്നുണ്ടെങ്കിൽ നമുക്ക് പലയിടത്തും റൂമിന് റേറ്റ് കുറവായിരിക്കും. അതുപോലെ വലിയ തിരക്ക് കാണത്തില്ല, കാണാൻ പറ്റും. നല്ലപോലെ നമുക്ക് എല്ലായിടും സമയം ചിലവഴിക്കാനെല്ലാം പറ്റും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇന്ന് സെക്കൻഡ് സാറ്റർഡേ, നാളെ ഞായർ, മറ്റന്നാൾ വിഷു. അപ്പോൾ എല്ലാം അവധി ആയത്, ഈ 3 ദിവസം അവധി ആയപ്പോഴത്തേക്ക് ആൾക്കാർ കൂടുതലായിട്ട് ട്രിപ്പുകൾ പോകുന്നൊരു സമയമാണ്. ഇപ്പോൾ വാഗമണ്ണ്, മൂന്നാർ, ഇതൊന്നും തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു ടൈമേ അല്ലത്. കാരണം മൂന്നാറൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്കായിരിക്കും. അതിൻ്റെ ഒരു വിധം എന്തായാലും വാഗമണ്ണും കാണും, തിരക്കായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇനി ഇവരെ കൂടെയുള്ള അവർക്ക് ഇപ്പോഴേ ലീവുള്ളൂ, അവധി കിട്ടുന്നത്. അവർ ചെന്നൈയിലാണ്. അതുകൊണ്ട് നമുക്ക് പോയി നോക്കാം. വരുന്നിടത്ത് വെച്ച് കാണാം. രണ്ടും കൽപ്പിച്ചല്ലേ എന്നും യാത്ര. അതുപോലെ പോവാം. ഓക്കെ. അവരെത്തിയേ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ആരാ? ഒന്നുമില്ല, വീഡിയോക്കുള്ളതാ. ഇരുട്ട് ഗൈസ്. ചിഞ്ചുവിനെയൊക്കെ വിളിക്കാനായിട്ട് പോവുകയാണ് ഗൈസ്. ഇരുട്ടത്ത് വരുന്ന 2 പേർ. മഴയാണേ. അപ്പം എല്ലാവരും കയറി. അപ്പം യാത്ര ആരംഭിക്കാം. 6 മണിയായപ്പോൾ മഴ 5 മണിക്ക് ഇറങ്ങി 5:30 ആകുമ്പോൾ ട്രിപ്പ് പോകാൻ വന്നവരെല്ലാം കിടന്ന് ഉറക്കമായി ഗൈസ്. എല്ലാവരും ഉറക്കമായി. ഇതൊക്കെ കണ്ണ് തുറന്നിരുന്ന് ഉറങ്ങുക ഗൈസ്. എരുമേല് ഇന്ന് ഉത്സവം തീരും. തെച്ചു പുലി ഇരിക്കുന്നുണ്ടോ തെച്ചു സൈഡിൽ? നിറച്ച അയ്യപ്പന്മാരാ. ഇവര് വഴി മാറിയിട്ട് നമുക്ക് പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പുള്ളിക്ക് ഞാൻ തട്ടുവോ സ്വാമി? അതിനെന്ത്, നമ്മള് മലയാളികളല്ലേ. അതാണ് വേട്ടത്തുള്ളൻ.
പുലിയൊക്കെ ഇരിക്കുന്നുണ്ടോ സൈഡിൽ? പേട്ടതുള്ള പൂവാണോ ആണ് പെരുമേലി അയ്യപ്പ സ്വാമി ക്ഷേത്രം, ധർമ്മശാസ്ത്രാക്ഷേത്രം. ഇടത്ത് സൈഡിലാണ് വാവരുപള്ളി. അതെ, വാവരുപള്ളി ഇടത്ത് സൈഡിൽ. കണ്ട വാവരുപള്ളി കണ്ട, അടിപൊളി. കിടക്കുക. കേക്ക് വല്ലതും വേണോ? ഫ്രീക്ക് ടീമുകളെല്ലാം കൂടെ. ഭയങ്കര വെയിലാട്ടോ, അതുകൊണ്ട് ഗ്ലാസ് വെച്ചതാ. അന്യ കോടമഞ്ഞ കേട്ടോ, വണ്ടി ഒന്നും കാണത്തില്ല. ഇതിപ്പോ ക്യാമറയിലൂടെ ആയോണ്ടാ കാണുന്നത് കേട്ടോ, അല്ല നേരിട്ട് നോക്കിയാൽ ഒന്നും കാണത്തില്ല. അത്രയ്ക്ക് കോടമഞ്ഞ കേട്ടോ, ഒരു രക്ഷ. ഒരു കേക്ക് കഴിച്ച് ദച്ചുവിന്റെ പല്ലിളകി വന്നു. മൊത്തം ചെളിയായി. അങ്ങനെ പാഞ്ചാലിമേടിനെ തിരിഞ്ഞു. പാഞ്ചാലിമേട്, ഐ ലവ് യു പാഞ്ചാലിമേട്. നമുക്ക് ഒരു ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ നേരെ പോത്തേ ഉള്ളൂ. ഇതുവഴി വാ, അങ്ങോട്ടോടെ പോവാ.
എല്ലാരും വരട്ടെ, നിങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് എവിടെയും പറ്റിയിട്ട് എന്തെങ്കിലും ഒക്കെ പറഞ്ഞു നടക്കാൻ. ഒരു രസമുള്ളന്നേ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, നമ്മളെല്ലാം എങ്ങനെ എടുത്താലും നമ്മൾ ഹെലിക്കാമി എടുക്കുന്ന പോലെ എടുക്കാം. ക്ലിക്ക് ചെയ്യണ്ട വീഡിയോ അല്ലേ അത് ഇത്ര ഹൈറ്റിൽ നിന്നുള്ള വ്യൂ ആകുമ്പോഴേ കറക്റ്റ്. ആ ഓക്കെ.